ഹായ്, എല്ലാ മാന്യപ്രേക്ഷകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കരുനാഗപ്പള്ളിക്കടുത്ത് വള്ളികുന്നം എന്ന് പറഞ്ഞ സ്ഥലത്ത് CK ഗോഡ് ഫാം എന്ന ഫാമിലാണ്. അപ്പോൾ അവിടെ നമുക്ക് അതിൻ്റെ ഓണറായ ശ്രീ ജലാലുദ്ദീൻ ചേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പം നമുക്ക് ഈ ഫാമിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു തരാനും അതിൻ്റെ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനും നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ജലാലുദ്ദീൻ ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ഹായ്, നമസ്കാരം. എൻ്റെ പേര് ജലാലുദ്ദീൻ കുഞ്ഞ്. ഞാൻ വള്ളികുന്നം ഗ്രാമത്തിൽ താമസിക്കുന്നു. ഇവിടെ എനിക്കൊരു ചെറിയ ആട് ഫാമുണ്ട്, അതുകൂടാതെ ഫിഷ് ഫാമുണ്ട്, പിന്നെ എല്ലാത്തരം കൃഷികളുമുണ്ട്. മെയിനായിട്ട് ജാതി കൃഷി, വാഴക്കൃഷി, തെങ്ങ്, കുരുമുളക്, പപ്പായ കൃഷി, എല്ലാ കൃഷികളും ഇവിടെ നടന്നു പോകുന്നു. ശരി, എന്നാൽ ഇതിന് ഫാമിലോട്ട് പോകാം, ഫാം കാണാം, വാ. ഇത് ഏതിനമാണ് ചേട്ടാ? ബീറ്റൽ അല്ലേ? സിരോഹി. ആ, ഓ, ഇതാണ് ലേബർ വാർഡ്. അതായത് കുഞ്ഞുങ്ങളൊക്കെ പ്രസവിക്കുന്നതൊക്കെ ഇവിടെയാണല്ലേ? എടാ, ഇതിപ്പോ നമുക്ക് ഇവിടെ എങ്ങനെയാണ്, എത്രത്തോളം ആടുകളാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്? ഇപ്പം 75 ആടോളം ഉണ്ട്. അതിൽ എല്ലാവിധ ആടുകളും ഉണ്ട്. ഇത് ഏത് ടൈപ്പാണ്? ഇത് മലബാറി. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടത് ബീറ്റിൽ അല്ലേ? അത് ബീറ്റലിന്റെ കുഞ്ഞുങ്ങള്. അതിനകത്ത് ബീറ്റിലുണ്ട്, സിരോഹിയുണ്ട്, തോത്താപ്പൂരിയുണ്ട്, മാർവാടിയുണ്ട്. നമുക്ക് അവിടെ കയറാൻ പറ്റുമോ? ഇവിടെ വരെ കയറാം. കുത്തുവോ ഇതിലല്ലോ? ഇല്ല, എല്ലാവരും ഇറക്കി കെട്ടിയിരിക്കുക. കുറെ ആൾക്കാരെ അങ്ങ് ഇറക്കും പകലാകുമ്പോ. ഇതെന്താ, ഇത് ടൈപ്പാണ് ഈ ഒരുപാട് രോമമുള്ളത്? ഇത് കാശ്മീർ സൈഡിൽ നിന്നുള്ള മാർവാടി എന്ന് പറയും. അത് സിരോഹി. അത് കിടക്കുന്നതല്ല, അങ്ങ് കിടക്കുന്നത്, ഇപ്പുറത്ത് കിടക്കുന്നതൊക്കെ ബീറ്റില്. ഇത് ബീറ്റില്. അവിടെ കിടക്കുന്ന അട്ടപ്പാടി ബ്ലാക്ക് എന്ന് പറയും. ഇതില് കിടക്കുന്നു അട്ടപ്പാടി ബ്ലാക്ക്. അപ്പൊ ഇതെല്ലാം ഈ ഇവിടെ നമുക്ക് മെയിൻലി കുഞ്ഞുങ്ങളെ വിരിയിച്ച് കുഞ്ഞുങ്ങളെ വിൽക്കുകയാണല്ലേ? അതെ, നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് കുട്ടികളെ ഉത്പാദിപ്പിക്കുക, കുട്ടികളെ വിൽക്കുക. അതല്ല. അതുകൊണ്ട് ഇതൊരു പുതിയ ഇനം. ഇത് കൊങ്കൺ കണിയാൻ എന്ന് പറയും. കൊങ്കൺ കണിയാൻ. അപ്പൊ ഇവിടെ നിന്ന് വാങ്ങിക്കുന്നവർ മെയിൻലി പാൽ ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിക്കൊണ്ട് പോകുന്നത് അല്ലേ? പാൽ ഉത്പാദിപ്പിക്കാനും വീട്ടുകാർ വളർത്താൻ വേണ്ടിയും ഒക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നത്. ഇവിടെ പ്രത്യേകിച്ച് പാല് ഉത്പാദിപ്പിക്കപ്പെടുന്നില്ല അല്ലേ? ഇവിടെ നമ്മളിവിടെ പാൽ അങ്ങനെ കറക്കത്തില്ല. നമ്മൾ കുട്ടികളെ കൊണ്ട് കുടിപ്പിക്കുക. കുട്ടികളെ കുടിപ്പിക്കും. നമ്മൾ കുട്ടികളെ വളർത്തിയെടുക്കുക എന്നുള്ള, ആരോഗ്യമുള്ള കുട്ടികളെ വളർത്തിയെടുക്കുക, അതിനെ വിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. അതുകൊണ്ട് നമ്മൾ പാല് കറക്കാറില്ല. പാല് പിന്നെ ചന ആയിക്കഴിഞ്ഞാൽ, തള്ള തട്ടി മാറി കഴിയുമ്പം നമ്മൾ പാല് കറന്നു മാറ്റും. പാല് കറന്നു മാറ്റിയില്ലെങ്കിൽ ഈ അകിട് വീക്കം വരും. അതിനുവേണ്ടി മാത്രമേ ഇതിന് പാലിനെ കറക്കാറ്. ഇത് നമ്മുടെ മുട്ടന്മാരൊക്കെ ഉണ്ട് അപ്പുറത്ത്. ബീറ്റിലിന്റെ മുട്ട. ബീറ്റിലിന്റെ മുട്ട. അത് ശരി. ഇതെന്തിനാണ്? അത് പർപ്പസാരി ഇനത്തിൽപ്പെട്ടതാണ്. ക്രോസിങ്ങിന് വേണ്ടി നിർത്തിയേക്കുന്നത്. അത് ശരി. കോട്ട ക്രോസിങ്ങിന് വേണ്ടി നിർത്തിയാണ്. കിടക്കുന്നത് സിരോഹി. അതും ക്രോസിങ്ങിനാണ്. കിടക്കുന്ന അത് ഇത് തോത്താപ്പൂരി. ഇത് തോത്താപ്പൂരി അല്ലേ? കിടക്കുന്നത് ബീറ്റില്. കിടക്കുന്നത് ബീറ്റിലല്ലേ? ബീറ്റിലിന്റെ മുട്ടനാട്. ഇതെല്ലാം ഇവരെല്ലാം മുട്ടന്മാർ മാത്രമേ ഉള്ളൂ.
ചേട്ടാ, നമുക്ക് ഈ ആട് വളർത്തുന്നതിൽ എന്താണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്? അതായത് ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ ആരെങ്കിലും ആട് വളർത്തൽ തുടങ്ങുകയാണെങ്കിൽ അവരോട് പറയാനായിട്ട് എന്താണ് അഡ്വൈസ് ഉള്ളത്? ആദ്യമായിട്ട് കൂട് വൃത്തിയായിരിക്കണം. നമ്മുടെ കൂട് കണ്ടില്ലേ, അതുപോലെ ഈ കാഷ്ടം വീണ ഇത് പുറത്തു പോകും. കീഴ് മൂത്രമോ കഷ്ടമോ കെട്ടിക്കിടക്കാൻ പാടില്ല. ഈ ഭൂമി നിരപ്പിൽ നിന്ന് 5 അടി പൊക്കിയാണ് നമ്മൾ കൂടെല്ലാം പണിഞ്ഞിരിക്കുന്നത്, നമ്മുടെ കൂടുകളെല്ലാം. അതിന്റെ അടിയിൽ വീഴുന്ന കാഷ്ടം ഇതുപോലെ ഷീറ്റിൽ കൂടെ ഒഴുകി സൈഡിൽ വരും. അത് നമ്മൾ തൂത്തെടുത്ത് എല്ലാ ദിവസവും വൃത്തിയാക്കണം. ഇല്ലെങ്കിൽ അത് കിടന്നിട്ട് യൂറിനുമായിട്ട് ചേർന്നിട്ട് അമോണിയ ഉണ്ടാവും. അമോണിയ ഫോം ചെയ്താൽ ഇവർക്ക് ജലദോഷവും പനിയും ചുമയും വിട്ടുമാറത്തില്ല. അപ്പൊ അത് വരാതിരിക്കണമെങ്കിൽ നമ്മൾ കൂടും പരിസരവും എപ്പോഴും വൃത്തിയായിരിക്കണം. അല്ലെങ്കിൽ കൊതുകിന്റെ ശല്യം ഉണ്ടാകും, പനിയും ജലദോഷം ഒന്നും വിട്ടുമാറത്തില്ല. അതാ ഇവർക്ക് മെയിനായിട്ട് ഉണ്ടാകുന്ന അസുഖം എന്ന് പറയുന്നത് പനി, ചുമ, വയറിളക്കം, ഇത് മൂന്നുമാണ്. അത് കൂടുതൽ ഈ പരിസര മലിനീകരണത്തിൽ നിന്നാണ് ഇതുണ്ടാകുന്നത്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അവർക്ക് കൊടുക്കുന്ന ആഹാരത്തിനകത്ത് പൂപ്പലോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. വെള്ളമൊക്കെ ശുദ്ധമായിരിക്കണം. എപ്പോഴും പുറത്തുനിന്നുള്ള ആൾക്കാരെ ഒന്നും കൂടുതലായിട്ട് ഇവരുമായിട്ട് സമ്പർക്കം ചെയ്യിക്കാതിരിക്കുക. ഈ അഴിച്ചിറക്കാത്ത ആടാ ഇതല്ല. അതുകൊണ്ട് കൂട്ടിലെ ആൾക്കാരെ ആവശ്യമില്ലാതെ കയറ്റാൻ പാടില്ല. പുറത്തുനിന്ന് വരുന്നവർക്ക് ഏതെല്ലാം രീതിയിലുള്ള ആൾക്കാരാണെന്ന് അറിയത്തില്ല. അവർക്കൊരു ചെറിയ ജലദോഷം ഉണ്ടായാൽ മതി, അവർക്ക് പെട്ടെന്ന് അത് എഫക്ട് ചെയ്യും. കാരണം ഈ ആടെന്ന് പറയുന്നത് അൽപായസ. അതെ, പ്രതിരോധ ശക്തി കുറഞ്ഞ സാധനമാണ്. അത് നമ്മൾ വളരെ കെയർ ചെയ്യണം. അതുപോലെ ഒരാളിനൊരു പനിയുടെ ലക്ഷണം കണ്ടാൽ അപ്പോഴേ അവർക്ക് മരുന്ന് കൊടുത്ത് അതിനെ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. അല്ലെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അത് പലർക്കും പടർന്നു കഴിയും. അങ്ങനെ അത് ചുമയായാലും പനി ആയാലും എന്തായാലും വളരെ സൂക്ഷ്മതയോട് നോക്കിയിരിക്കണം. ഇതിന്റെ ആഹാരം എങ്ങനെയാണ്? നമ്മൾ എത്ര ആഹാര ചെലവ്, അല്ലെങ്കിൽ ആഹാരത്തെ നമുക്ക് ചെലവ് കുറയ്ക്കാനായിട്ടൊക്കെ എന്തൊക്കെ നോക്കണം? ചെലവ് കുറയ്ക്കാനത് നമ്മൾ ആടിനെ കൊടുത്ത് നോക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ആ രീതി മനസ്സിലായി. നമ്മളിവിടെ കൊടുക്കുന്ന പറഞ്ഞാൽ പുളിയരിപ്പൊടിയും പരുത്തിപ്പിണ്ണാക്കും, ഈ ഗോതമ്പൊരി, തവിട്, ഇതൊക്കെ ചേർത്തുള്ള മിശ്രിതം നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഇത് വേറെ എന്തെങ്കിലുമൊക്കെ ചോളപ്പൊടിയൊക്കെ കൊടുക്കാം. നമുക്ക് ഈ ഇല പ്ലാവില് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, അത് പക്ഷേ അതൊരു ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ, ഒരുപാട് കൊടുക്കാനായിട്ട് നമുക്ക് കിട്ടാറില്ല. അതെ, എപ്പോഴും അവൈലബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ പുല്ല് കൊടുത്ത് ശീലിപ്പിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. പുല്ലാകുമ്പോൾ നമ്മൾ വളർത്തു പുല്ലുണ്ട്, പറമ്പി പുല്ലുണ്ട്, ഇതൊക്കെ ചെത്തി കൊടുക്കുക. സാധാരണ പുല്ലൊക്കെ തിന്നോളും, കൊടുത്ത് പഠിപ്പിച്ചാൽ മതി. നമ്മൾ പ്ലാവില മാത്രം കൊടുത്ത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതേ അവർ കഴിക്കും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പ്ലാവില ഉണ്ടെങ്കിൽ തന്നെ ഒരു നേരം പുല്ല് കൊടുക്കും. പുല്ല് കൊടുത്തില്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള, ശരീരത്തിന് ആവശ്യമുള്ള വൈറ്റമിൻസ് ഒന്നും കിട്ടത്തില്ല. ചേട്ടാ, അതുപോലെ നമുക്ക് ഈ ആട് വളർത്തലുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും സബ്സിഡി കിട്ടുമോ? അതെ, സബ്സിഡി കിട്ടുമെന്ന് ചോദിച്ചാല് ഞാൻ ഒരുപാട് ശ്രമം നടത്തിയതാ. അത് നടക്കത്തില്ലെന്ന് കേട്ടപ്പോൾ അത് ഒഴിവാക്കിയതാ. കാരണം അത് കൂടിന് പൈസ കിട്ടും, ആടിനെ വാങ്ങിക്കാൻ പൈസ കിട്ടും, എല്ലാം കിട്ടുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് കിട്ടത്തില്ല. നമ്മൾ APL വിഭാഗക്കാരായതുകൊണ്ട് നമുക്ക് കിട്ടത്തില്ല. അങ്ങനെയുണ്ടല്ലേ? അങ്ങനെ ഞാനത് പഞ്ചായത്തിൽ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് 50,000 രൂപയ്ക്ക് കുറഞ്ഞൊരു വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞത് നടക്കുന്ന കാര്യമല്ല. വില്ലേജ് ഓഫീസിൽ തിരക്കിയതും അത് നടക്കത്തില്ല. അത് അവർ 2.5 ലക്ഷം രൂപ 2.25 ലക്ഷം രൂപ കൂടെ കുറഞ്ഞൊരു വരുമാന സർട്ടിഫിക്കറ്റ് നമുക്ക് തരത്തില്ല. അപ്പോൾ അത് നടപ്പുവശമുള്ള കാര്യമല്ല, അത് നിനക്കെടുത്താനേ. BPL-കാർക്ക് BPL-കാർക്ക് കിട്ടുമായിരിക്കും, കിട്ടുന്നുണ്ടാവും. കൊടുക്കാൻ വേണ്ടിയാണല്ലോ, അവർക്ക് കൊടുക്കാൻ വേണ്ടിയാ. അപ്പൊ നമ്മളെ അവോയ്ഡ് ചെയ്താൽ അവർക്ക് ഒരാളിനൂടെ കൊടുക്കാം ഉദ്ദേശിക്കുന്നത്. ചേട്ടാ, അതുപോലെ നമുക്കിപ്പം ഒരു വീട്ടില് നമുക്കൊരു വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് പാലിന് വേണ്ടിയിട്ട് നമ്മൾ ആട് വളർത്തുകയാണെങ്കിൽ എത്ര ആട് നമുക്ക് വേണ്ടി വരും? അപ്പോൾ ആ ഒരു ആടിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര രൂപ ചിലവാക്കി നമ്മൾ ആട് വാങ്ങണം? അതിനെ പറ്റിയിട്ടൊന്ന് പറയാമോ? നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനാകുമ്പോൾ 1-2 ആട് മതി. 1-2 ആടാകുമ്പോൾ അതിൻ്റെ പാല് കൊണ്ട് അതിൻ്റെ കുട്ടിക്കും പാല് കിട്ടും, ആ വീട്ടുകാരുടെ ആവശ്യത്തിനുള്ള പാലും കിട്ടും. ഈ ആടിന് പിന്നെ വലുതായിട്ട് തീറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ രീതി അനുസരിച്ച് ഒരു 20 രൂപയുടെ തീറ്റി ഒരു ദിവസം മതി. ഒരു നേരം നമ്മൾ നല്ലൊക്കെ തീറ്റി കൊടുക്കും, ഒരു നേരം പൊടിയെല്ലാം കൂടെ കലക്കി കൊടുക്കുക, അങ്ങനെ തീറ്റി. പിന്നെ പച്ചപ്പുല്ല്, പ്ലാവില, എന്താണെന്ന് വെച്ചാൽ കൈ കിട്ടുന്നതെല്ലാം തിന്നുക. ഇവർക്ക് ഒന്നൊന്നുമില്ല, എല്ലാം കൊടുത്ത് പഠിപ്പിച്ചാൽ അത് വീട്ടുകാർക്ക് ലാഭമാണ്. അപ്പോൾ വീട്ടുകാർ വളർത്തുന്ന പോലെ ഫാമുകാർക്ക് വളർത്താൻ പറ്റത്തില്ല. നമുക്ക് എല്ലാത്തിനും ലിമിറ്റേഷൻ ഉണ്ട്. അങ്ങനെ ഒരാടിന് വന്നാൽ 15,000 രൂപ, ആവറേജ് 15,000 രൂപ 16,000 രൂപയ്ക്കകത്ത് നിൽക്കും. പാല് ചുരത്തുന്ന ആട്, 2 കുട്ടി ഒരു തള്ളയും, നല്ല ക്വാളിറ്റിയുള്ള ആടിന് അങ്ങനെ വില വരും. പിന്നെ കൂടിയ ആടുകളുണ്ട് നമ്മുടെ ഈ ബീറ്റിൽ എന്ന് പറഞ്ഞാൽ 40 രൂപ 45,000 രൂപ ഒക്കെ വില വരും. പാല് ഉൽപാദനം കൂടുതലായിരിക്കും. 4 ലിറ്റർ പാലോളം കിട്ടും. സിരോഹി ബീറ്റലിനൊക്കെ 4 ലിറ്റർ പാലോളം കിട്ടും. പക്ഷെ അത് വീട്ടുകാരെ സംബന്ധിച്ച് അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
അവർക്ക് ഈ ഫീൽഡുമായിട്ട് വലിയ ബന്ധമില്ലാത്തതുകൊണ്ട് ഇതിനും മരുന്നും കാര്യങ്ങളും ഇതിൻ്റെ പ്രതിരോധം ഒക്കെ നോക്കി വളരെ കെയർ ചെയ്യേണ്ട ഒരു സാധനമാണ്. വില പോലെ തന്നെ കെയർ ചെയ്യണം. അപ്പോൾ അത് വീട്ടുകാർക്ക് പ്രാക്ടിക്കൽ അല്ല. അവർക്ക് നാടനാട് മലബാറി അതൊക്കെ തന്നെ നല്ലത്. അതിനൊക്കെ പ്രതിരോധ ശക്തി കൂടുതലാണ്. കൂടുതൽ വന്നാലും ഒരു പനി വന്നാൽ തന്നെയും നമ്മളെ കരിപ്പെട്ടി കാപ്പി കുടിക്കുന്നവർ കാപ്പി ഇട്ട് കൊടുക്കാമെങ്കിൽ അതിൻ്റെയൊക്കെ അസുഖം മാറും. അത് ഏറ്റവും വലിയ മരുന്ന് അതേ ഉള്ളു. അതാകുമ്പോൾ എല്ലാ ചുമയും പനിയും ഒരുവിധപ്പെട്ട എല്ലാ അസുഖങ്ങളും മാറും. അഥവാ വയറിളവ് ആണെങ്കിൽ ഒരു കട്ടൻ ചായക്കകത്ത് ഒരു നാരങ്ങ ഇച്ചിരി ഉപ്പ് കൂട്ടാൻ കൊടുത്താൽ ആ അസുഖം മാറും. ഇതൊക്കെ തന്നെ. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതിന് മഞ്ഞപ്പൊടി കൊടുക്കണം. ആഹാരത്തിന്റെ കൂടെ മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രതിരോധ ശക്തി ശരീരത്തിൽ കൂടുകയും ഇതുപോലുള്ള ഒരുവിധപ്പെട്ട അസുഖങ്ങളൊന്നും വരാതിരിക്കുകയും ചെയ്യും. പിന്നെ എല്ലാത്തിനെയും എല്ലാ നേരവും ശ്രദ്ധിക്കണം. എല്ലാ ദിവസവും നോക്കണം. എന്തെങ്കിലും മുറിവോ കാര്യങ്ങളോ ഉണ്ടാകുന്നുണ്ടോ, ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ചെള്ളുണ്ടോ, പേനുണ്ടോ എന്നൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി നോക്കേണ്ട ഒരു സാധനമായത്. ഇതിന് ഇത്ര സമയം നോക്കണമെന്ന് പറയാനൊക്കത്തില്ല. 24 മണിക്കൂർ നോക്കേണ്ട ഒരു സാധനമാണ്. രാത്രി കാലങ്ങളിൽ പോലും കാല് കുരുങ്ങിയോ അല്ലെങ്കിൽ കയറഴിഞ്ഞു പോവുകയോ ഒക്കെ ചെയ്താലും അപകടങ്ങളാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ്. എൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പം ജലാലുദ്ദീൻ ചേട്ടന് ആട് ഫാമിനോട് ചേർന്നിട്ട് തന്നെ നമുക്കൊരു ഇവിടെ ഒരു ഫിഷ് ഫാമുണ്ട്. അത് കുളത്തിൽ വളർത്തുന്ന ഒരു പോർഷനൂടെ ഇതിൻ്റെ ബാക്ക് സൈഡിലുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളിലൂടെ നമുക്ക് കാണാം. ഇവിടെ എല്ലാം ജാതി ഉണ്ടല്ലേ? ആരും ചെയ്യാത്ത ഒരു കൃഷിയുണ്ട് നമുക്ക്. എന്താണത്? ജാതി കൂടാതെ കുടംപുളിയുടെ ഒരു തോട്ടമുണ്ട്. അത് ശരി. കുളംപുളി ഇതെല്ലാം ജാതിക്കാണല്ലേ? കുടംപുളി ഇതല്ലേ കുടംപുളി? ഒന്നും പിടിച്ചിട്ടില്ലല്ലേ? കഴിക്കാൻ തുടങ്ങി. ഇതാണ് മത്സ്യക്കുളം അല്ലേ? അപ്പുറമുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ എന്ത് തരം മീനാണ് ഇവിടെ ഇപ്പൊ ഉള്ളത്? ഇതിനകത്ത് സിലോപ്പിയ, അനാബിസ്, നട്ടർ. നമ്മളിവിടെ കുഞ്ഞുങ്ങളെ സപ്ലൈ ചെയ്യുന്നുണ്ട്. ആണോ? നമ്മൾ കൽക്കട്ടയിൽ നിന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇതുപോലെ കുളം അപ്പുറത്തുണ്ടല്ലേ? രണ്ട് കുളമുണ്ടല്ലേ? രണ്ടല്ല, 5 കുളമുണ്ട്. 5 കുളമുണ്ട്. അത് ശരി. ഇതെല്ലാം കുടംപുളിയാണ്. ഇതെല്ലാം കുടംപുളികളല്ലേ? 50 മുളകളുണ്ട്. കുളം ഇതുപോലെ 5 ഉണ്ട്. ഇനി അങ്ങോട്ടൊക്കെ ഉണ്ടോ? അതെല്ലാം കുളങ്ങളാണ്. അപ്പോത്തേക്കുന്നില്ല, അതൊക്കെ നമ്മുടെ പൊത്താണ്. കുളങ്ങളല്ലേ? മുറപ്പൊത്താണ്. വാഴയുണ്ട്. ഇപ്പഴും കുറെ നിപ്പുണ്ട് എന്നിട്ടും അല്ലേ? അതുകൊണ്ടാണ് ക്ലിയർ ആക്കാത്ത. എല്ലാം വെട്ടി മാറിയതാ. ഇനി ഇത് എടുത്ത് മാറ്റിയിട്ട് പൊത്ത് വാഴ വെക്കും. അപ്പൊ ഈ ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ കിട്ടാറുള്ളത്? മത്സ്യം എത്രത്തോളം നമുക്ക് കിട്ടാറുണ്ട്? നമുക്ക് ശരിക്കും ഒരു 2 കുളത്തിൽ നിന്നും കൂടെ 3 ലക്ഷം രൂപയിൽ കൂടുതൽ ഞാൻ മീൻ വിൽക്കാറുണ്ട് ഒരു വർഷത്തിൽ. ടോട്ടലുള്ള 5 ലക്ഷം രൂപയിൽ കൂടുതൽ മീൻ വിൽക്കാറുണ്ട്. അപ്പുറത്തെ കുളത്തിൽ നിന്ന് എല്ലാം കൂടെ ചേർത്ത്. കൂടുതൽ ഏതാണ്? സിലാപ്പിയാണോ? സിലോപ്പിയ ഉണ്ട്, അനാബിസ് ഉണ്ട്, നട്ടർ ഉണ്ട്, എല്ലാം ഉണ്ട്. കരിമീൻ വളർത്താറുണ്ട്? കരിമീനില്ല. കരിമീനെ വളർത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ വെള്ളത്തിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഒരു വെള്ളം ഇല്ല നമ്മുടെ ഇവിടെ. ശുദ്ധജലമാണ്. ശുദ്ധജലത്തിലെ ഈ pH-ന്റെ വ്യത്യാസം പെട്ടെന്നുണ്ടാവും. അല്പം pH കുറഞ്ഞു കഴിഞ്ഞാൽ ഡാമേജ് പറ്റുന്ന ഒരു സാധനമാണ് കരിമീൻ. അപ്പൊ അതിനെ കുറിച്ച് ഞങ്ങളിങ്ങനെ പഠനം നടത്തിക്കൊണ്ടിരിക്കുക, ശുദ്ധജലത്തിൽ എങ്ങനെ വളർത്താമെന്നുള്ളത്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഈ ജലാലുദ്ദീൻ ചേട്ടൻ്റെ ഈ ഫാമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ഫാമിംഗ് ആണ്. അതായത് നമുക്ക് ആടിൻ്റെ ഫാമുണ്ട്, കൂടാതെ മത്സ്യകൃഷിയുണ്ട്. അതുകൊണ്ട് 5 കുളങ്ങളുണ്ട്. അതുകൂടാതെ ഇവിടെ നമുക്ക് പലതരത്തിലുള്ള കൃഷികൾ കാണാം. ഇപ്പം വാഴക്കൃഷി ഇപ്പോൾ ഇവിടെ എല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ്. എല്ലാം ഒടിഞ്ഞു പോയിട്ടുണ്ടല്ലോ, കുറേയൊക്കെ ഒടിഞ്ഞു പോയല്ലേ? കൊല വെട്ടി മാറ്റിയതാണ്. അതെ, അപ്പൊ തിരുവുള്ള കൊലകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ബാക്കിയെല്ലാം വെട്ടി മാറ്റിയിട്ടുണ്ട്. ഇതുകൂടാതെ കുറേ ജാതിക്ക ഞാനിപ്പോൾ വരുന്ന വഴിക്കും കാണുന്നുണ്ട്. ഏകദേശം 3 ഏക്കറോളം നമുക്ക് ഈ ഫാമിന്റെ ഏരിയ
ഉണ്ട്. നമുക്ക് ഇത് മലേഷ്യൻ കുള്ളൻ എന്ന് പറയുന്ന തെങ്ങാണ്. ഇത് നമ്മൾ വെച്ചിരിക്കുന്നത് എല്ലാ തെങ്ങുകളും 3-ാമത്തെ വർഷം കഴിയുമ്പോൾ കഴിക്കും. ഇത് മലേഷ്യൻ കുള്ളൻ എന്ന് പറഞ്ഞ തെങ്ങാണ്. ഇനത്തിൽപ്പെട്ട തെങ്ങ. കുമ്പളങ്ങ പിടിച്ചിടക്കുന്നത്. കുമ്പളങ്ങയുണ്ട് മേളിൽ. കുമ്പളങ്ങ കാണാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു എല്ലാം ലഭിക്കുന്ന ഒരു ഫാമാണത്. അപ്പോൾ എല്ലാ തരത്തിലുള്ള കൃഷി ഇവിടെ ഉണ്ട്. കൂടാതെ പോത്തുണ്ട്. അപ്പുറത്ത് കുറച്ച് പോത്ത് നിൽപ്പുണ്ട്. മുറാപ്പോത്ത്. അതെ, മുറാപ്പോത്ത് ബാക്ക് സൈഡിൽ കാണാം. അപ്പോൾ ഏകദേശം ഈ 3 ഏക്കറിലും കൃഷി തന്നെയാണ്. അത് പല വിധത്തിലുള്ള കൃഷികളാണ്. തോട്ടുപുളി, അതായത് നമ്മുടെ വടക്കംപുളി ഉണ്ട്. പലയിടത്തായിട്ട് വടക്കംപുളി വെച്ചിട്ടുണ്ട്. ജാതിക്ക 50 മൂടോളം. അപ്പം അത് വലിയൊരു സംഖ്യ തന്നെയാണ് 50 മൂടോളം എന്ന് പറയുമ്പോഴത്തേക്ക്. സാധാരണഗതിയിൽ ഇപ്പം നമ്മുടെ ഏരിയയിൽ ഒരു ചില വീടുകളിൽ ഒരെണ്ണം വെച്ചിട്ടൊക്കെ ഉണ്ടാവാറില്ല. ഇപ്പം എൻ്റെ വീട്ടിലൊരെണ്ണം ഉണ്ട്, പക്ഷെ അത് ഇതുവരെ കായ്ച്ചിട്ടില്ല. അതാണൊരു ദൗർഭാഗ്യകരം. ഇതെല്ലാം കായ്ക്കുന്നതാണല്ലേ? 3-ാമത്തെ വർഷം എല്ലാം കായ്ച്ചു. അത് ശരി. അപ്പം അങ്ങനെ ഒരു വളരെ വലിയൊരു ഏരിയയിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു പലതരത്തിലുള്ള വ്യത്യസ്തമായ കൃഷികളാണ് നമുക്ക് ഈ ഫാമിൽ വന്നാൽ കാണാൻ കഴിയുന്നത്. നമ്മുടെ കൃഷിഭവനിൽ നിന്നുണ്ടെന്ന് വള്ളികുന്നം കൃഷിഭവനിൽ നിന്നുണ്ടെന്ന് വിത്തായത് ആണല്ലേ? അവരുടെ നല്ല സപ്പോർട്ടുണ്ട്. അത് ശരി. അവര് നമുക്ക് കിട്ടാവുന്ന ആനുകൂല്യങ്ങളൊക്കെ വാങ്ങി തരാറുണ്ട്. അത് ശരി. നല്ല സഹകരണം, നല്ല പ്രോത്സാഹനമാണ് കൃഷിഭവനിൽ നിന്ന്. അപ്പൊ ഇതിന്റെ തോട് നമുക്ക് എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ? അച്ചാറിടാം, ചമ്മന്തി അരയ്ക്കാം, അങ്ങനെയൊക്കെ എടുക്കാം. അത് ശരി. ഇത് ജാതിപത്രി. ഈ ജാതിപത്രിയാണ് ബിരിയാണിക്കും മറ്റേതിനൊക്കെ ഉപയോഗിക്കുന്നത്. കായും ജാതിക്ക് ബിരിയാണിക്ക് ഉപയോഗിക്കും. പിന്നെ അങ്ങാടി മരുന്നായിട്ട് പോകുന്നുണ്ട്. അത് ഇങ്ങനെ പൊളിച്ചെടുക്കണം. ഇങ്ങനെ അതിന്റെ ഇങ്ങനെ അടത്തിയെടുക്കാം. അടത്തിയെടുത്ത് വെച്ച് വേണം ഉണക്കാൻ, അല്ലെങ്കിൽ പിന്നെ ഇളക്കാൻ പറ്റില്ല, പൊടിഞ്ഞു പോകും. ഇതാകുമ്പോൾ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ കിട്ടുന്നതാണ്. ഇങ്ങനെ കിട്ടും. നമുക്ക് ചെറിയ രീതിയിൽ കോഴി വളർത്തലുണ്ട്. കോഴി കൂടുതലുണ്ടായിരുന്നു, എല്ലാം ചത്തുപോയി. അത് എന്തോ അസുഖം വന്നിട്ട് ഇപ്പം ഇത്രയും കോഴി ഇപ്പോൾ വയലൻസ് വന്നുള്ളൂ. ഏതിനപ്പെട്ട കോഴിയാണിത്? ഇത് ഗ്രാമശ്രീ. മുട്ടക്കോഴിയാണല്ലേ? മുട്ടക്കോഴിയുണ്ട്, പൂവൻകോഴിയുണ്ട്. 3 പൂവനുണ്ട്, ബാക്കിയെല്ലാം ഇവിടെ മുട്ടയ്ക്ക് വേണ്ടിയിട്ട് വളർത്തിയതല്ലേ? മുട്ടയ്ക്ക് വേണ്ടി വളർത്തുന്നത്. അപ്പോൾ ആട് വളർത്തലിൻ്റെയും മറ്റുള്ള കൃഷികളുടെയും ഒക്കെ വിശദമായ വിവരങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ള ശ്രീ ജലാലുദ്ദീൻ ചേട്ടന് കേരള ട്രാവൽ ടെക്കിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലുള്ള വീഡിയോ വീണ്ടും കാണാം. അതെല്ലാവർക്കും ബായ്.